ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് പക്കോട. അപ്പോൾ അത് തന്നെ നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പക്കോട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഇനി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ നല്ലോണം അരിഞ്ഞെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മളിനി ഉപയോഗിക്കുന്ന ബ്രെഡ് എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ഡിലൈറ്റ് വൈറ്റ് ബ്രെഡ്, എലൈറ്റിൻ്റെയാണ് ബ്രെഡ് നമ്മൾ എടുത്തേക്കുന്നത്. വൈറ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പം അത്ര സോഫ്റ്റായിട്ടല്ലാത്ത ടൈപ്പ് ബ്രെഡ് കിട്ടുവാണെങ്കിൽ അതാണ് പക്കോടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പം ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ബ്രെഡ് നമ്മൾ 4ആയിട്ട് മുറിച്ചൊരു സ്ക്വയർ ഷേപ്പിലേക്കാണ് നമ്മൾ പക്കോട ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബ്രെഡ് അത്രയും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവ് അത് നമ്മൾ എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ബേക്കിംഗ് സോഡ ഒരു നുള്ളു മതി. അപ്പോൾ ഇനി നമ്മൾ ഈ കടലമാവ് ഈ പൊടിയിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകും ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്, ഇഞ്ചിയും കൂടെ. എന്നിട്ട് നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീരായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. അത് എരിവിനനുസരിച്ച് നമുക്കിടാം. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളിത് വറുത്തെടുക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൻ നമ്മൾ വെച്ച് കൊടുത്തു. എണ്ണയും ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ബ്രെഡും പീസ് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് അത് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സാൻഡ്വിച്ച് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ പക്കോട ചെയ്തത്. അപ്പം ബ്രെഡ് പക്കോട എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒരു ടേസ്റ്റാണ്. നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്രെഡ് മേടിക്കുമ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ.